139 ദിവസം നീണ്ട പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ ഐതിഹാസിക സമരം. അധികാരം ഉപയോഗിച്ച സമരം അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ അലയൊലികൾ രാജ്യം മുഴുവൻ പടരുകയായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകി പ്രമുഖ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി. രാജ്യാന്തര പ്രശസ്തിയുള്ള പഠനശാലയിലെ സമരത്തിന്റെ കാരണം ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ അത് വിദ്യാർത്ഥികളുടെ വിജയവും ഭരണകൂടത്തിന്റെ മാനക്കേടുമായി. അടൂരും അമിതാഭ് ബച്ചനും ഉൾപ്പെടെ സിനിമാ മേഖലയിലെ പ്രമുഖരെ പിന്തള്ളി മഹാഭാരതത്തിൽ യുധിഷ്ഠിരനായി അഭിനയിച്ചുവെന്ന യോഗ്യതയിലാണ് BJP അംഗം കൂടിയായ ഗജേന്ദ്ര ചൗഹാനെ കേന്ദ്ര സർക്കാർ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിച്ചത്. പ്രശസ്തമായ സിനിമാ പഠന കേന്ദ്രത്തെ കാവ്യവൽക്കരിക്കുന്നതിനൊപ്പം നശിപ്പിക്കുന്നതിനുമുള്ള ശ്രമമാണ് നിയമനത്തിന് പിന്നിലെന്നായിരുന്നു ആരോപണം. സമര കോലാഹലങ്ങൾക്കിടയിൽ ഏറെ വൈകി സ്ഥാനമേറ്റെടുത്ത ഗജേന്ദ്ര ചൗഹാൻ ചെയർമാൻ കസേരയിലിരുന്നത് 1 കൊല്ലവും 7 മാസവും മാത്രം. സിലബസ് പരിഷ്കരണം ഉൾപ്പെടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യതയോടെ നിറവേറ്റാനായെന്ന് ഗജേന്ദ്ര ചൗഹാൻ അവകാശപ്പെടുന്നു. കലുഷിതമായ യുധിഷ്ഠിര ഭരണം അവസാനിക്കുമ്പോൾ അടുത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവിയെ നിയമിക്കുമ്പോഴെങ്കിലും ഭരണകൂടം നീതി പുലർത്തുമെന്നാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെയും സിനിമാ പ്രവർത്തകരുടെയും പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, മുംബൈ.